ഹലോ എവ്രിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതിൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു മെഴുക്കുരട്ടിയാണ്. അച്ചിങ്ങയും ചെമ്മീനും കൊണ്ട് ഒരു അടിപൊളി മെഴുക്കുരട്ടിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക്. അതിനായിട്ട് ഞാനൊരു 15ഓളം ഇടത്തരം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചെമ്മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് വേവിച്ച് വെക്കുക. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളൂ. വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് അച്ചിങ്ങ വേവിച്ചെടുക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 കപ്പോളം അച്ചിങ്ങ ചെറുതായി നുറുക്കി വെച്ചത് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സവാള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അത് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 80% വെന്താൽ മതിയാവും. സ്വല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ വെള്ളം ആവരുത്, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പൊ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. കണ്ടോ, അതിന്റെ പച്ച കളറൊന്നും പോയിട്ടില്ല. നമ്മുടെ അച്ചിങ്ങയുടെ പച്ച കളറൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റി കിട്ടിയാൽ മതിയാവും. ഇടയ്ക്ക് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5-6 മിനിറ്റോളം മതിയാവും. അപ്പോഴത്തേക്കും വെന്ത് കിട്ടും നമുക്ക്. ഇപ്പം ഏകദേശം റെഡി ആയി കഴിഞ്ഞു. വെള്ളമൊക്കെ വറ്റി അച്ചിങ്ങ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ അതിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് എണ്ണയിൽ മെഴുക്കുരട്ടി എടുത്താൽ മതിയാവും. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 10 കുഞ്ഞുള്ളി ചതച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുക്കുക. കുഞ്ഞുള്ളിയൊക്കെ എത്രയും ചേർത്ത് കൊടുക്കാവോ അത്രയും ടേസ്റ്റ് കൂട്ടും കറിക്ക്. അപ്പം അതൊന്ന് വാടി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതും ഉള്ളിയും കൂടെ വഴറ്റി കൊടുക്കുക. കരിവേപ്പില ചേർത്ത് കൊടുക്കുക. കരിവേപ്പിലൊക്കെ ഇഷ്ടം പോലെ ചേർത്തോട്ടോ. ഇവിടെ ഞങ്ങൾക്ക് കരിവേപ്പില വളരെ കുറച്ചാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ചാണ് കറികളിലൊക്കെ കരിവേപ്പില യൂസ് ചെയ്യുന്നത്. നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കരിവേപ്പില കിട്ടുമല്ലോ, അപ്പം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ സൂക്ഷിച്ച് ആഡ് ചെയ്യണം. നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോഴും അച്ചിങ്ങ വേവിച്ചപ്പോഴും അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് മാത്രമേ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് ചതച്ച മുളക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചുവന്ന മുളക് ചതച്ചെടുത്തിരിക്കുന്നതാണ്. അതും ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം.
പിന്നീട് വേവിച്ച് വെച്ചിരിക്കുന്ന സവാളയും അച്ചിങ്ങയും കൂടെയുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഇതൊരു 4-5 മിനിറ്റോളം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം കൂടെ ചേർന്നൊന്ന് മിക്സായിട്ട് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ആയി കിട്ടണം. ഞാൻ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞാൽ ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂക്കുന്നതാണല്ലോ എൻ്റെ ടേസ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ അച്ചിങ്ങയ്ക്ക് പകരം ബീൻസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. പുളിശ്ശേരിയുടെയും രസത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ എന്നെ എഴുതി അറിയിക്കുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. നെക്സ്റ്റ് ടൈം വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും enjoy, like, share and subscribe. Thank you.